അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ 3-4 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു. അപ്പോൾ അതെല്ലാം പോയി റെഡിയാക്കി കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഒരു കിടക്കാച്ചി മഴയാണ് കേട്ടോ. വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമായേ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി അവിടെ വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മക്കളെ. അപ്പോൾ അതിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ട് നമുക്കങ്ങോട്ട് തുടങ്ങാമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വെപ്രാളപ്പെട്ട് 4 ഭാഗം പായുണ്ടല്ലോ, അതെടുക്കാനും ഇതെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തൊലിച്ച് ചതച്ച് വെച്ചു. നമ്മുടെ സവാള തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചു. ഇതിൽ പ്രില്ലല്ല ഒഴിക്കുന്നത് കേട്ടോ. ഞാൻ പ്രില്ലിൻ്റെ കുപ്പിയിലാണ് എണ്ണയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് കുറച്ച് നെയ്യൊക്കെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങനെ നമ്മൾ ബിരിയാണി വെക്കാൻ, വെജിറ്റബിൾ ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് എനിക്കിങ്ങനെ ഒരു കൊതി വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പട്ടകറാമ്പു പിന്നെ ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ. പിന്നെ അങ്ങനെ സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വെക്കുന്നത് ഇങ്ങനെ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു വെജിറ്റബിൾ ബിരിയാണി വെക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഇടുന്നത് കേട്ടോ. പിന്നെ ആ സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ അതൊക്കെ വഴന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് ഉഷാറാക്കണം കേട്ടോ. ഞാൻ 3-4 ദിവസം വീഡിയോ ഇടാണ്ടൊക്കെ വെള്ളമായി കിടക്കുകയാണ്. നിങ്ങളൊരു ഉഷാറ് കാട്ടിയാലേ എൻ്റെ ഇനി വീഡിയോ ഇടാനുള്ള നമുക്കൊരാവേശം കൂടുള്ളൂ കേട്ടോ. നമ്മൾ ആ ചതച്ച് വെച്ചൊക്കെ ഇട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും അതിലിരിക്കട്ടെ ഒക്കെ പാടെ. അങ്ങനെ അതെല്ലാം നമ്മളിട്ട് വീണ്ടും ഒന്ന് വഴറ്റിട്ടോ. പിന്നെ നമ്മുടെ തക്കാളിക്കുട്ടന്മാരിനെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ അങ്ങോട്ട് കിടന്നിട്ട് ഇങ്ങനെ വഴന്ന് വരുമ്പോൾ നല്ല മണം ഉണ്ടാവും കേട്ടോ. അടിപൊളി സ്മെല്ലായിരിക്കും. മാഷാ അല്ലാഹ്. പിന്നെ നമ്മൾ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നെയ്ച്ചോറ വെക്കുന്ന അതിൽ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കും കേട്ടോ, പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റി കേട്ടോ. എല്ലാം വഴന്ന് ആ മുളക് മണമൊക്കെ ഒന്ന് പോകണം കേട്ടോ. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഇലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ആ ബിരിയാണിയിലിടുന്ന നമ്മുടെ ഇല ഉണ്ടല്ലോ, അതെല്ലാം ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ പട്ടകറാമ്പൂ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് അപ്പോൾ ഞാൻ ഇടാൻ മറന്നിട്ട് പിന്നീടാണ് ഇട്ടത് കേട്ടോ. വീഡിയോ ഓഫായിരുന്നോയെന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ ഇടണം കേട്ടോ. പട്ടകറാമ്പ് നമ്മൾ എങ്ങനെ ഇടും, പൊടിക്കാണ്ട് ആദ്യം ഇടും, പിന്നെ വീണ്ടും ഒന്ന് പൊടിച്ചിട്ട് അത് ഇടും കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. നമ്മൾ ഒരു പാത്രത്തിന് 1.5 പാത്രം വെള്ളം വെച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അരിയൊക്കെ അങ്ങനെ ഇട്ട് റെഡിയാക്കി. അപ്പോൾ ഞാൻ കെറ്റിലിൽ വെള്ളം വെച്ചിട്ട്, ഗ്യാസിലല്ലേ വെക്കുന്നത്, അപ്പോൾ ഞാൻ കെറ്റിലിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേഗത്തിലായി. അവിടെ വഴറ്റുമ്പോഴേക്കും വെള്ളം ചൂടാക്കി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗ്യാസ് അധികം ചിലവാകില്ല. ഇനി നമ്മുടെ വേവിച്ച് വെച്ച അരി ഒന്ന് വേവണം കേട്ടോ. വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഏകദേശം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വെജിറ്റബിൾസ്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ്
ഈ ഒരു 3 ഐറ്റമാണ് കേട്ടോ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി നമ്മൾ അടച്ച് അവിടെ അങ്ങോട്ട് വെക്കുക കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിനും പിന്നെ കുടുംബക്കാർക്കും എല്ലാം ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ കാണുന്നവർ. നമ്മളതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യക്കുപ്പിൻ്റെ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥ, അങ്ങനെ കുടഞ്ഞ് അങ്ങേ അറ്റം എത്തിച്ചു കേട്ടോ. എന്നിട്ടും കഴിയണില്ല എന്ന് കണ്ടപ്പോഴേ അങ്ങനെ സ്പൂണും കൊണ്ടെല്ലാം പരണ്ടി അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് നമ്മളതെല്ലാം ഒതുക്കി ദമ്മിട്ട് വെക്കണം കേട്ടോ. ദമ്മിന് ഞാൻ തീയൊന്നും ഇടില്ല കേട്ടോ, ഗ്യാസ് അങ്ങോട്ട് സിമ്മിൽ വെക്കും. ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. മുകളിൽ കുറച്ച് നമ്മൾ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ അടുപ്പ് കത്തിച്ചിട്ട് അതിൽ സിമ്മിൽ വെക്കണം കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിരുന്നിട്ടാണ് നമുക്ക് വേവ്. അപ്പോൾ പിന്നീട് നമുക്കുള്ള ജോലി എന്താ, നമ്മുടെ കുട്ടിക്ക് കൊടുത്തയക്കാനുള്ള ഇല വാട്ടണം അല്ലേ. അപ്പോൾ അങ്ങനെ ഇലയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ട് അമ്മ അവിടെ നിന്ന് ഒരു ലോഡ് ഇല പൊട്ടിച്ച് തന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നീ പൊട്ടിച്ചിട്ട് എടുത്തിട്ട് പോകണ്ടേന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അതെല്ലാം നമ്മൾ വാട്ടി എടുത്ത് വെക്കണം. അതങ്ങനെ ഒരു ഇല അവിടെ വാട്ടി അവിടെ വെച്ചു കേട്ടോ. തണ്ട് ഭാഗം വാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊട്ടുള്ളൂ. അപ്പോൾ അതാണ് കേട്ടോ, അത് നല്ലവണ്ണം വാടിക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഇലയിൽ ഫുഡാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇത് നമുക്ക് ഇഡ്ഡലി ആക്കണം. അപ്പം ഞാൻ അതിനുള്ള എല്ലാ പാത്രങ്ങളെയും ഒരുവിധം പാത്രമൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരുന്നില്ല. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇലയിൽ അങ്ങോട്ട് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയി. സാമ്പാർ അതിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പിന്നെ ഇന്നലത്തെ സാമ്പാറാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ സാമ്പാറൊന്നും ഉണ്ടാക്കാൻ മെനക്കെട്ടിട്ടില്ല. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും അങ്ങനെ ആയി. അതെടുത്ത് വെച്ചു. നമ്മുടെ ബിരിയാണിക്കുള്ള ഇലയൊക്കെ അവിടെ വിരിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇഡ്ഡലി ആക്കിയതിന് ശേഷം നമ്മുടെ ബിരിയാണി ദമ്മ് പൊട്ടിച്ചു മക്കളെ. അങ്ങനെ അതാ നമ്മൾ നല്ല മറിച്ചിളക്കി കൊടുക്കുകയാണ് കേട്ടോ. നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവണ്ടേ. അങ്ങനെ നമ്മളൊരു കിടുക്കാച്ചി വെജിറ്റബിൾസ് ബിരിയാണി ഉണ്ടാക്കിട്ടോ, പാലക്കാടൻ വെജിറ്റബിൾ ബിരിയാണി. നമ്മൾ പിന്നെ കച്ചമ്പറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അവിടേക്ക് എന്താ പറയുകയെന്നറിയില്ല കേട്ടോ. സവാള തൈര് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതൊരു കവറിലാക്കി. ഇത് നമ്മൾ ബിരിയാണി നമ്മളാക്കി. നമ്മൾ കുട്ടി മാത്രമല്ലല്ലോ, അപ്പുറത്ത് വേറെയും മക്കളുണ്ടല്ലോ, അപ്പോൾ അവർക്കും കൂടെ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ചിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. സാധാ ചോറാണെങ്കിലൊന്നും കുഴപ്പമില്ല. അതിപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ മണം വരില്ല, അപ്പോൾ അത് മോശമല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉള്ളത്, എല്ലാവരും ഇല്ല, ഒരു 2-3 പേരേ ഉള്ളൂ. അപ്പോൾ അവർക്കുള്ളത് അങ്ങനെ ആക്കി കൊടുത്ത് അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാനത് അതുകൊണ്ട് പോവുകയാണ് കേട്ടോ റോട്ടിലേക്ക്. നമ്മുടെ റോട്ടിലേക്ക് പോകുന്നിടത്തുള്ള ആ വഴിയാണ് കേട്ടോ അത്. നമ്മളതെല്ലാം കൊണ്ടുപോയി കൊടുത്ത് രാവിലത്തെ ആ ഒരു ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ എൻ്റെ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.